Hello guys, Pasha Vlogs like Swagatham. We have Aparna, Diya and Kami beri bersorak. ഗൈസ് ഞങ്ങളിവിടെ മൂവി കാണാൻ വന്നേക്കോ. എന്നിട്ട് അവർ ലേറ്റായി. ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ലേറ്റായി ഗൈസ്. ഞാൻ നേരത്തെ എത്തി. ഐ മീൻ ഐ എം ഓൺ ടൈം. ഞാൻ നേരത്തെ ഇല്ല, ഐ എം ഓൺ ടൈം. ബട്ട് അവർ ലേറ്റായി. ഇനിയിപ്പോൾ മൂവി തുടങ്ങിക്കാലും ഞാനിനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂവിയുടെ ഇന്റർവെല്ലാണ്. ഹാഫ് ടൈം ആയിട്ടുണ്ട്. അതിനുള്ള എന്താണ് പറയാനുള്ളത്? മൂവി നല്ലൊരു മൂവിയാണ്, എല്ലാരും ഓടിപ്പോയി കാണണം. നല്ല രസമുണ്ട്, എനിക്കിഷ്ടായി. സിനിമ ഏതാണ് ആരെങ്കിലും പറയൂ? കടപ്പളോ സോറി ഗൈസ്, ആണ് മൂവിയുടെ പേര്. നീ എന്താ പറഞ്ഞത്? ഏതോ ഒരു കളമുണ്ട്, എനിക്കറിയില്ല. ഞാനല്ല രണ്ട് ഹിന്ദിക്കാരെയൊക്കെ മലയാളം മൂവി വിളിച്ചതിനാണ് തെറ്റ്. ഇല്ലടോ, ഞാൻ മലയാളം മൂവീസ് ഒക്കെ കാണുന്ന കേട്ടോ. ഞാൻ മലയാളം മൂവീസ് കാണാറുണ്ട്. ഞാനാ കാണാറ്. അവസാനമായിട്ട് കണ്ട മൂവി ഏതാ? ഇതല്ലാതെ മലയാളത്തിലാണ്. ഇന്നലെ ഒരു തമിഴ് മൂവി മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടു. തമിഴ് മൂവിയാണോ? മലയാളം എടാ മലയാളം ഒറിജിനൽ മലയാളം. എടാ ഞാൻ കണ്ട സോറി, എനിക്ക് ഓർമ്മയില്ല. എടാ ഞാൻ പറയാം മമ്മിക്ക് അറിയാം, എനിക്ക് ഓർമ്മയില്ല. ഞാൻ എഴുതി എക്സാം, എനിക്ക് റിസൾട്ട് കിട്ടി, നല്ല മാർക്ക്. വേറെ എന്താണ് പറയാനുള്ളത്? ആക്ടേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആക്ടേഴ്സ് എനിക്ക് ഐ മീൻ ആ പുതിയ ഇപ്പൊ നടന്മാരിൽ ഇവര് ഒരുമാതിരി ഭേദമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാണ്ട് നിനക്ക് നിന്നെ വിളിച്ചു പോയിട്ടോ, ഒന്നും തോന്നല്ലേ? അറിയാണ്ട് നിന്റെ കയ്യാ മുട്ടി. ആ ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആള് നല്ലത്. ഹീറോ ആ ഒരു കൺട്രോൾ ചെയ്യപ്പെട്ട ഒരാളാണ്. കൺട്രോള് ഞങ്ങള് സ്പോയിലർ തരുന്നതായിരിക്കില്ല. നിങ്ങള് ഞാൻ ഒരുമാതിരി കുഴപ്പമില്ല. പിന്നെന്താ പറയാ? അതൊക്കെ പറയാനുള്ളൂ. ശരിയെന്നാ. സന്ദീപാണ് പേര്. എടാ ഇങ്ങനെ കാണിക്കാം. കണ്ട് സന്ദീപ് റഹ്മാനോ? എന്ത് റഹ്മാനോ? നീ പ്രദീപിനെ റഹ്മാനായിട്ട് എങ്ങനെയാ വായിച്ചത്? സന്ദീപ് പ്രദീപ് ആണ് ആക്ട് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല മൂവി, എനിക്കിഷ്ടായി. ഇനിയിപ്പോ ഹാഫ് ടൈം അടിച്ചു കഴിഞ്ഞാൽ സിനിമ തീരാറുമ്പോ എനിക്ക് സിനിമ തീരുമ്പോൾ നമുക്ക് ബോറടിച്ചാലാണ്. ഇതുവരെ നല്ലതാണ്. ഓക്കെ ബൈ. 2 hours. എനിക്കറിയാൻ പാടില്ല, നിങ്ങളല്ലേ ബുക്ക് ചെയ്തത്. ശരി എന്നാ ബൈ ബൈ. മൂവി കഴിഞ്ഞിട്ട് ഗൈസ്, ഞങ്ങള് മൂവി കഴിഞ്ഞിട്ട് വന്നേക്കാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നന്ദിനി വന്നേക്കുന്നു. എത്ര നേരം ഫോൺ വിളിച്ചോണ്ടിരിക്കായിരുന്നു. കോൾ ചെയ്ത് ഇവിടെ കോൾ ചെയ്യാനാട്ടോ വന്നേക്കുന്നത്. കാണിക്കുക. മൂവിനെ കുറിച്ച് പറയും. എനിക്ക് ഭയങ്കരമായിട്ട് എന്റർടൈനിങ് ആണ്, നല്ല കോമഡി. ആദ്യമായിട്ടാണ് എനിക്കൊരു പുതിയ ജെൻസി ആക്ടർ ഭയങ്കര നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ സംസാരിക്കാൻ ഗൈസ് ഇവിടെ മോളിലാണ്. എനിക്ക് ഭയങ്കര നാണം വരുവാ. ഇവർക്ക് നാണമൊന്നും ഇല്ല, അതുകൊണ്ട് നാണൊക്കെ മാറിയതാണ്. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. നമ്മള് എങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്? ഏതായിരുന്നു കഫേ. എന്തായിരുന്നു എടാ എന്തായിരുന്നു ആരും കാണാത്ത കഫേ. കഫേയിലോട്ട് നമ്മൾ പോകാൻ പോകുകയാണ്. കഫേയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. അത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ അവിടെ ചെന്നിട്ടാണ് കാണേണ്ടത്. So, yeah. Okay, bye. സ്ഥലല്ലേ കണ്ടൂരാണ് ഇപ്പൊ. സ്പാർക്കം തലയാട്ടിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. വലിയ കാര്യമാണ്. പക്ഷെ മര്യാദ സുന്ദരിയൊക്കെ എടുത്തു. ഒഴിക്കാനല്ലേ? ഒഴിക്കാനല്ലേ? പോരെ, ഇനി ഒഴിക്കണോ? ഹലോ ഗൈസ്, ഇത് നന്ദിനി ഫൈനലി ഫോൺ കോളൊക്കെ നിർത്തി ഇവിടെ വന്നിട്ടുണ്ട്. ഞാനാണ്. എന്താണ് പറയാനുള്ളത് ഭക്ഷണത്തിനെ കുറിച്ച്? ഭക്ഷണം ഉണ്ടാക്കിയത് നല്ല വളരെ നല്ല അഭിപ്രായമാണ്. എന്റെ മുടി സോറി ഇവിടെ എന്നെ ദ്രോഹിക്കുന്നത്. എന്റെ ഇവിടെ ഫോട്ടോ എടുത്താ ചായ. നമുക്ക് ആക്ച്വലി വീഡിയോന്റെ എടുക്കാം, ഫോട്ടോ എടുക്കാം. ഓരോരുത്തർക്കും ഫോട്ടോ സെഷൻ പോലെ. ദിയയുടെ തന്നെ ഫോട്ടോ എടുക്കുന്ന ദിയ. എന്റെ ലിപ്സ്റ്റിക് കിട്ടിയ വെരി എക്സ്പെൻസീവ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഷെയ്ഡാണ് ഇതൊക്കെ. ഞാൻ ഇട്ട് നോക്കട്ടെ. നല്ലത്. അവിടെ ഒരാൾ പോസ് ചെയ്ത ഇഷ്ടപ്പെട്ടു. നമ്മളൊന്ന് മഴ വരാൻ വേണ്ടി നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടും. എനിക്ക് ചിരിക്കുമ്പോ നമ്മൾ കഴിഞ്ഞാൽ പാവത്തു. അതൊക്കെ ഇനി കാണിക്കുന്നു. ഇതൊക്കെ കൊള്ളാം. ഇത് വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇങ്ങോട്ടേക്ക് നേരത്തെ സൂമിന് ഇനി ചെയ്ത കോമഡിയോ.
തിരിച്ചു പോവുകയാണ് ഇവിടെ ഓക്കെ ടാറ്റ ബൈ ബൈ. ഇവിടെ പറ. ഞങ്ങൾ തിരിച്ചു പോകുകയാണ് guys. ഇതല്ലേ ഞാനിപ്പോ പറഞ്ഞേ. ടാറ്റ പറയാല്ലോ. ഓ വെയിറ്റ് ഞാൻ പറയാം. ബൈ ബൈ. ഞാൻ പറയാം ടാറ്റ. See you soon. ദിയയുടെ കയ്യിൽ ലിപ്സ്റ്റിക് ഗൈസ്. ദിയയുടെ കയ്യിൽ ലിപ്സ്റ്റിക്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഈ ചേച്ചിയുടെ പോയെന്ന് നമുക്കറിയില്ല. മറിക്ക്. ഞങ്ങൾ ഫൈനലി ആ കിഡൻ കഫേന്ന് മാറി. കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ അവർ നമ്മളെ ചവിട്ടി എന്താ ഉറപ്പാണ്. അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് മടുത്തിട്ട് അവര് ചോദിക്കാൻ വന്നു, എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വെളിയിൽ. അങ്ങനത്തെ ഒരു ഇന്റർനേഷൻ ഉള്ള ഒരു കമന്റ് അവര് ചെയ്തു. പക്ഷെ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല, നമ്മളെ വിട്ടുകൊടുത്തില്ല. നമ്മളവിടെ മാക്സിമം സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആർക്കും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓക്കെ. വേറെ എന്താണ് ഇപ്പൊ ലുലുവില് കുറച്ച് ആക്സിഡൻസ് നടത്തിയതാണ്. ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കത് കുറച്ച് ആക്സിഡൻസ് ഒന്നും പറ്റാറില്ല. ബിക്കോസ് അത് ഷോർട്ട് ഞാനിങ്ങനെ കൊടാച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മനസ്സിലാവും പിടിക്കാത്തതുകൊണ്ട് അതിനുള്ള ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ നമ്മള് ലുലുവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛൻ എന്താണ് ഈ മഴയത്ത് പുറത്ത് പോണോന്ന് ചോദിച്ചത് ഇപ്പൊ എന്തിനാന്ന് മനസ്സിലായിട്ടുണ്ട്. അതെ, അച്ഛന്റെ വാക്കുകളൊക്കെ ഇടയ്ക്ക് കേൾക്കണം. ഞങ്ങൾ എന്ത് നന്നായിട്ട് ഒരുങ്ങി വന്നതാണ്, അതൊക്കെ വൃത്തികേടായിട്ടുണ്ട്. ഫ്ലഡിലൂടെ നമ്മളിപ്പോ നടക്കും. ബൈ ദ വേ എന്റെ മുടി കണ്ടു ഗൈസ്, ഫോളോ ആയി. എനിക്ക് ബ്ലാക്ക് അടിക്കണം. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് നമുക്ക് ലുലുവിൽ പോയിട്ട് ബാക്കിയുള്ളത് പറയാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഗൈസ്, അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനിന്താ പറയണ്ടേ, ഇനി എന്താണ് കാണണേന്ന് അറിയില്ല. എന്നാലും റോസ് വരുമ്പോ ഒന്നുകൂടെ കാണാനുള്ളതാണ്. വെറുതെ റോസ് വരുമ്പോ ഹോപ്പ്ഫുള്ളി അല്ല കാണുന്ന റോസ് വരും, പക്ഷെ കാണുമോ ഇല്ലെന്നുള്ളത് ഡൗട്ടാണ്. ഓക്കെ ഓക്കെ ഗൈസ്, സൈനിങ് ഓഫ് ഫ്രം നന്ദി ആൻഡ് വർഷ. ബൈ ബൈ. അപ്പൊ അവരോ ഗൈസ് ഒരു സൈനിങ് ഓഫ് പറഞ്ഞേ. ബൈ 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 പറ. സബ്സ്ക്രൈബ് ആര് പറയും? ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ പാവം കൊച്ചു വിഷമിക്കും. അതെ, കമന്റും ചെയ്തോളൂ. നല്ല നല്ല പാവം പറയാനുള്ളൊക്കെ പറഞ്ഞു തീർത്തോ നിങ്ങൾ. മിണ്ടാണ്ട് ഞാൻ ചെയ്യണത്.
അയ്യോ ഇതിനകത്ത് ക്യാമറ ബട്ടൺ. പശുയുടെ ഫോണാണ്. പശുവിന്റെ ഫോൺ ഉപയോഗിച്ച് അപർണയെ കൊണ്ട് ഫോട്ടോ എടുക്കുന്നു. അത് നമുക്ക് കാണാം, ലൈവായിട്ട് കാണാം. നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. Bye bye. Like, share, subscribe.